ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ദൂത് ഇന്ന് നമ്മുടെ ഹൃദയത്തിന് ബലവും ഉറപ്പും നൽകത്തക്ക നിലയിൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ കരം ആഴമായി ദർശിക്കത്തക്ക നിലയിൽ ജീവിതത്തെ മനോഹാരിത കൊണ്ട് നിറയ്ക്കുന്ന സന്തോഷം, ആനന്ദ ഹൃദയതലങ്ങളിൽ പകരപ്പെടുന്ന ഏറ്റവും ധന്യമാകുന്ന ജീവിതസ്ഥിതിയിലെ ഒരു ദിവസമായി മാറുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം, ഒരു വചനം. നാഴിക വന്നിരിക്കുന്നു. യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദൂത്, പരിശുദ്ധാത്മാവ് ഇന്ന് അതിശക്തമായി ഇടപെടുന്നു. കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതങ്ങളോട് നോക്കി അവരെ ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിൽ ദൂത് പകരുക. നാഴിക വന്നിരിക്കുന്നു, നാഴിക വന്നിരിക്കുന്നു. ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ വേലിയേറ്റമുണ്ടാകുന്ന നിലയിൽ പരിശുദ്ധാത്മാ ഹൃദയത്തിലേക്ക് ആഴമായ ഈ ദൂത് പകരുക. നാഴിക വന്നിരിക്കുന്നു. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നിരാശയുടെ അനുഭവങ്ങൾ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ വൈതലെ പരിശുദ്ധാത്മാവ് ആ മേഖലയെ തുടച്ചു മാറ്റുന്ന നിലയിൽ നാഴിക വന്നിരിക്കുന്നു. കാത്തിരുന്ന വിഷയത്തിൻ്റെ നാഴിക വന്നിരിക്കുന്നു. കാത്തിരുന്ന വിഷയത്തിൻ്റെ സമാപ്തിയുടെ നാഴിക വന്നിരിക്കുന്നു. മഹത്വത്തിൻ്റെ നാഴികയാ, നന്മയുടെ അനുഭവങ്ങളാ ജീവിതത്തിൻ്റെ തലങ്ങളിൽ. ദൈവത്തിൻ്റെ പൈതലെ ഇന്ന് അതിശക്തമായി പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. ഇനി കരയുവന്തെയോ അവസരം തരത്തില്ല. ഇനി നിരാശപ്പെടുവന്തെയോ അവസരം തരത്തില്ല. ഇനി ഭാരപ്പെടുവാൻ അവസരം തരത്തില്ല. നാഴിക വന്നിരിക്കുക. മഹത്വം വെളിപ്പെടുക. ആ കണ്ണുനീരിൻ്റെ മറുപടി ജീവിതത്തിൻ്റെ പാന്താവുകളിൽ വെളിപ്പെടുത്തുന്ന സമയം വന്നിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ വെളിപ്പെടുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ദൈവത്തിൻ്റെ പൈതലേ, കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിക്കാത്തതെന്താ? കഴിഞ്ഞ മാസങ്ങളിൽ പ്രവർത്തിക്കാത്തതെന്താ? ഒത്തിരി വൈഷമ്യമേറിയ തലത്തിൽ കൂടെ, ഒത്തിരി വേദനയിലൂടെ ഞാൻ പോയിട്ടും പ്രവൃത്തി കണ്ടില്ല, കർത്താവിൻ്റെ കരം കണ്ടില്ല. അപ്രകാരം ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. നാഴിക ഇതുവരെ വന്നിട്ടില്ലായിരുന്നു, നാഴിക ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല. ദൈവത്തിൻ്റെ ശബ്ദം, നാഴിക വന്നിരിക്കുന്നു. ആർക്കും തടുക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മേഖലകൾ സ്വർഗം ഒരുക്കി മാനിക്കുന്ന നാഴിക വന്നിരിക്കുക. ദൂത് ആഴമായി വിശ്വസിക്കട്ടെ, വചനം ഏറ്റെടുക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തിയുടെ സമയം വന്നിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ സമയത്തിലാണ്, വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയുടെ സമയത്തിലാണ്, ഒരു കൈമാറ്റം നടക്കാൻ പോകുന്ന സമയത്തിലാണ്, ചില വാഗ്ദത്തങ്ങൾ കാണാൻ പോകുന്ന സമയത്തിലാണ്. ദൈവത്തിൻ്റെ വൈതലെ പുതിയ പുസ്തകം തുറക്കുന്ന പോലെ ചില നന്മയുടെ അനുഭവങ്ങളിലേക്ക് ആമേ പ്രവേശിക്കാൻ പോകുന്ന സമയത്തിലാണ്. ഇപ്പോൾ സമയമായിരിക്കുകയാ, ഇപ്പോൾ സ്വർഗത്തിലെ സമയമായിരിക്കുകയാ, ദൈവത്തിൻ്റെ തക്ക സമയമായിരിക്കുക. ജീവിത സാഹചര്യങ്ങളിൽ അത്ഭുതം വെളിപ്പെടുത്തുന്ന സമയം വന്നിരിക്കുക. മറിയോട് കർത്താവ് പറഞ്ഞു, എൻ്റെ നാഴിക വന്നിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് 17-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് സ്വർഗം ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പൈതലേ, നാഴിക വന്നിരിക്കുന്നു. ഈ ലൂക്കോസ്
എഴുതിയ സുവിശേഷം 22 അധ്യായം 53 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരമായ ചില ജീവിത സാഹചര്യങ്ങളിൽ അനുഭവിച്ച ആ നിന്ദയും പരിഹാസവും വേദനയും വേദനാജനകമായ അനുഭവങ്ങൾ അതൊക്കെ ഇരുളിൻ്റെ നാഴികയായിരുന്നു, ശത്രുവിൻ്റെ സമയങ്ങളായിരുന്നു. ചില കാലഘട്ടങ്ങളിൽ ആ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സ്നേഹശ്രണശബ്ദത്തോടെ കാതുകളിലേക്ക് കേൾപ്പിക്കുന്ന ദൂതിത, നാഴിക വന്നു, മഹത്വത്തിൻ്റെ നാഴിക വന്നു, പ്രാർത്ഥനയുടെ ഉത്തരത്തിൻ്റെ നാഴിക വന്നിരിക്കുകയാ. ആ തലത്തിൽ നിന്ന് മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല, ആ പ്രവൃത്തിയെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ പൈതലേ, ഇത് നാഴിക വന്നിരിക്കുന്ന സമയമാണ്. ആ തലത്തിൽ ഉണരട്ടെ, ഹൃദയാഴമായി വിശ്വസിക്കട്ടെ, ഹൃദയത്തിലെ നിരാശകളങ്ങ് മാറട്ടെ, ആ ഹൃദയത്തിൻ്റെ ഭാരങ്ങളങ്ങ് മാറട്ടെ. ഇന്ന് ബലം ധരിക്കുന്ന ഒരു ദിവസമായി തീരട്ടെ, ഇന്ന് വിശ്വാസത്തിന് ആരോഗ്യം വരുന്ന ദിവസമായി തീരട്ടെ. ആ ക്ഷീണങ്ങളെ കൊടഞ്ഞു കളഞ്ഞ് ഹൃദയത്തിൻ്റെ തളർച്ചകളെല്ലാം മാറ്റി ഇന്ന് പൊടികൊടഞ്ഞു കളയുന്നത് പോലെ എഴുന്നേക്കട്ടെ. പരിശുദ്ധാത്മാ ചില ജീവിതങ്ങളെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുക. ദൈവത്തിൻ്റെ കരം ഇപ്പോൾ ചില ജീവിതങ്ങളെ തൊടുന്നുണ്ട്. കർത്താവ് ഹൃദയത്തെ ബലപ്പെടുത്തുക. ഇനി ആർക്കും മടുപ്പിക്കുവാൻ കഴിയത്തില്ല, ഒതുക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം എഴുന്നേക്കട്ടെ, എഴുന്നേക്കട്ടെ. എൻ്റെ നാഴിക വന്നിരിക്കുക. എന്നെ വിടുവിക്കുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ സഹായിക്കുന്ന നാഴിക വന്നിരിക്കുകയാണ്. ആ ബലത്തോടെ ഇന്നായിരിക്കട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, അത്ഭുതം കാണും, ദൈവത്തിൻ്റെ മഹത്വം കാണും, ദൈവത്തിൻ്റെ കരുണ കാണും. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം, അവരുടെ അവസ്ഥയെ സാഹചര്യങ്ങളുടെ കർത്താവേ, ഇന്ന് കേൾപ്പിച്ച ദൂത് ചലിക്കട്ടെ. ആ മഹത്വം, ആ നന്മ, അനുഗ്രഹങ്ങൾ കൂടാരത്തിൻ്റെ അകത്തളങ്ങളിൽ ശക്തിയോടെ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനം അവർക്ക് വിടുതലായി തീരട്ടെ, ചൈതന്യമായി തീരട്ടെ. എല്ലാ തടസ്സത്തെ നീക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മഹത്തായ പ്രവൃത്തി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ കർത്താവേ. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.